പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഫെബ്രുവരി 17 തിങ്കളാഴ്ച. എല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങൾ, അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറക്കേണ്ട പ്രാർത്ഥനയോടുകൂടി. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദേവമാതാവേ, ദൈവമാതാവേ, അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അനുഗ്രഹ പ്രാർത്ഥന ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ശനിയാഴ്ച മുതൽ ബോർഡ് എക്സാം തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മത്സര പരീക്ഷകൾ, ഡിഗ്രി എക്സാംസ്, SLCയുടെ പരീക്ഷകൾ. ഈ പരീക്ഷകൾക്കെല്ലാം ഈ ദിവസങ്ങളെല്ലാം ഈ പരീക്ഷ തീരുന്നവരെ ഫെബ്രുവരി അവസാനം വരെ നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. അവർ പഠിച്ചു കഴിഞ്ഞ് ചിലർക്ക് പേടിയുണ്ട്, ചിലർക്ക് ഭയമുണ്ട്, ഉത്കണ്ഠയുണ്ട്. പക്ഷേ മാതാവ് എല്ലാ മേഖലയിലും ഇടപെട്ട് അവർ സന്ധിക്കും. മാതാപിതാക്കന്മാർ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങളാണെങ്കിൽ സ്കൂൾ കുട്ടികൾ, ബോർഡ് എക്സാം എഴുതുന്നവർ, SLC എഴുതുന്നവരൊക്കെ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കണം. ഇത് വലിയ അവസരമാണ്. നിങ്ങളുടെ വീട്ടിലെ അച്ഛൻ വന്ന് പ്രാർത്ഥിക്കണ പോലെയുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അത് നിങ്ങൾ പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടുത്തണം. പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവെ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ കർത്താവ്, ബോർഡ് എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങളെ, SLCക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ട് പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെ, അതുപോലെ തന്നെ ഡിഗ്രി പരീക്ഷയുള്ള കുഞ്ഞുങ്ങളെ, മറ്റ് മത്സര പരീക്ഷകൾ
അതുപോലെ യോഗ്യതാ പരീക്ഷകൾ എഴുതുന്നവരെ പ്രത്യേകം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിലെ ഈ ദിവസങ്ങളിൽ നടക്കുന്ന മുഴുവനും ആരാധനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും കർത്താവ് ഓരോരോ പ്രയാസങ്ങളും പരീക്ഷകളിലും ഇരിക്കുന്ന മക്കൾക്ക് കർത്താവ് അവരുടെ സന്ധിപ്പിന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആ പരീക്ഷ മക്കൾ അച്ഛൻ്റെ ഈ പ്രാർത്ഥനയിൽ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ അവർ ഓടി വന്ന് മാതാവ് അമ്മമാരവരെ വിളിക്കുക. പരീക്ഷ കുഞ്ഞുങ്ങളിലേക്ക് അടുത്ത് വിളിക്കണം. ഈ സമയത്ത് അവരെ എഴുന്നേൽപ്പിക്കണം. ഇനി എല്ലാ ദിവസവും അച്ഛൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ പരീക്ഷയുള്ള കുഞ്ഞുങ്ങളെ നിങ്ങളെ വിളിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് അച്ഛൻ്റെ ഈ പ്രാർത്ഥനയെ കൊണ്ടുവരണം. എന്നിട്ട് മുട്ടി നിൽക്കാൻ പറയണം. എന്നിട്ട് അമ്മമാർ ആരാണ് അവിടെ ഉള്ളത് അവിടെ അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് മൊബൈൽ പിടിച്ച് അവിടെ ശിരസിൽ കവിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന അവരെ കേൾപ്പിക്കണം. കർത്താവ് ഭാരമുള്ള കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. മനസ്സിന് ഭാരമുള്ളവരെ, വിഷയങ്ങൾക്ക് ഭാരമുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, കുഞ്ഞുങ്ങളുടെ ശിരസിൽ കൈവെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോർഡ്, ഇൻഫ്യൂസ് വിസ്ഡം, വാട്ട് ഐ മേ സ്റ്റുഡി യു മേ സ്റ്റഡി ഏബിൾ ടു റിമെമ്പർ, റീപ്രൊഡ്യൂസ് എക്സാം ആൻഡ് ക്വാളിഫൈ വിത്ത് ദൈ ഗ്രേഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് പ്രേ. എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ കർത്താവിൻ്റെ വലിയ ശക്തി, കർത്താവിൻ്റെ വലിയ കൃപ, കർത്താവിൻ്റെ വലിയ ആണിപ്പെടുത്താറുന്ന അത്ഭുത കരങ്ങൾ മക്കളുടെ ശിരസിൽ വെക്കണമേ. പരീക്ഷയുടെ പേനകളെല്ലാം ആശീർവദിക്കപ്പെടട്ടെ. പരീക്ഷയുടെ ഹോൾ ടിക്കറ്റുകളെല്ലാം ആശീർവദിക്കപ്പെടട്ടെ. എന്ത് വിഷയമാണ് മക്കൾക്ക് പാട്, ആ വിഷയത്തിന് മേൽ അത് ഈസിയാകാൻ കർത്താവിൻ്റെ കാരുണ്യം നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഫോർ ഔട്ട് യു സ്പീക്ക്. കർത്താവേ, പല വീടുകളും സാമ്പത്തിക തകർച്ചയിലുണ്ട്. വസ്തു വിൽക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, വിൽക്കാൻ പറ്റണില്ല. ഇപ്പോൾ തന്നെ ഫെബ്രുവരി ആയപ്പോൾ തന്നെ കിണറുകളിലെ വെള്ളം വറ്റിപ്പോയവരുണ്ട്. ഈശോ, അങ്ങനെ പലതുകൊണ്ടും വിഷമിച്ച് പല സ്ഥലങ്ങളിലേക്കും വെള്ളത്തിന് വേണ്ടി പോകുന്നവരുണ്ട്. വെള്ളത്തിൻ്റെ പേരിൽ കുടുംബ കലഹങ്ങളിൽ പറമ്പുകാർ തമ്മിലുള്ള പ്രയാസങ്ങൾ ജീവിക്കുന്നവരുണ്ട്. ഇങ്ങനെ വരൾച്ചയുടെ പ്രശ്നങ്ങൾ, വരൾച്ചയുടെ വിയർപ്പുകൾ പലതരത്തിൽ അനുഭവിക്കുന്നുണ്ട്. ജോലി ഇല്ലാത്തവരുണ്ട്. കർത്താവ്, സാമ്പത്തിക മാധ്യമത്തിൽ വിവാഹത്തിലേക്ക് ഒരുങ്ങുന്നവരുണ്ട്, വിവാഹം കഴിഞ്ഞവരുണ്ട്. കർത്താവ്, അങ്ങനെ എല്ലാ മേഖലകളിലുമുള്ള മക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കണം. ഈശോയെ, അവരെല്ലാം നീ സന്ധിക്കുകയും വിശുദ്ധിയിലേക്കും വിശ്വാസത്തിലേക്കും ദൈവകൃപയിലേക്കും അവരെ കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ജോലി ഇല്ലാത്തവർ, ഭവനരഹിതരെ, അധ്വാനിക്കാനുള്ള മാർഗമില്ലാത്തവർ, ജോലി നഷ്ടപ്പെട്ടവർ, കർത്താവ് വിസ റദ്ദ് ചെയ്തവർ, വിസ പുതുക്കാൻ പറ്റാത്തവർ, ഈശോയെ പല പരീക്ഷകൾ IELTS, OET അതുപോലുള്ള പരീക്ഷകളൊക്കെ എഴുതുന്നവരുണ്ട്. ഈശോയെ, എഴുതി കഴിഞ്ഞവരുണ്ട്. കർത്താവ്, പലതും എഴുതിയിട്ട് തോറ്റുപോയവരുണ്ട്. ഈശോയെ, ഓരോരോ രാജ്യങ്ങളിലുള്ള പ്രത്യേക പരീക്ഷകൾ എഴുതി കരകയറാൻ പറ്റാത്ത രീതിയിൽ അവർ വിഷമിക്കുന്നവരുണ്ട്. ഈശോ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ നിങ്ങളുടെ പരീക്ഷാ ഭയങ്ങൾ യേശുനാഥ് ബന്ധിച്ചുകൊണ്ട് നിങ്ങളുടെ യോഗ്യതയേക്കാളുപരി ദൈവത്തിൻ്റെ കൃപ കൊണ്ട് വിജയം സുനിശ്ചിതമാകാൻ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. എൻ്റെ മക്കൾ, നമ്മൾ ഇന്ന് ഈ വിജയം നൽകുന്ന കർത്താവാണെന്ന് ഉള്ളൊരു വേർഷന് ബൈബിള് മുന്നോട്ട് വെക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെളിപ്പാടാണത്. കാര്യം ഇസ്രയേലിന് ലഭിക്കും, അത് അനുഭവത്തിലൂടെ പഠിക്കുന്നവരാണ്. കാര്യം അവരുടെ എപ്പോഴും ചെറിയ സൈന്യമായിരിക്കും. അവരെ ആക്രമിക്കുന്നൊരു വലിയ സൈന്യമാണ്. നെദ്ദിനെഹിൻ്റെ ഒക്കെ പ്രസംഗം കേട്ടിട്ടില്ലേ? അവർക്ക് എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളെ ഈജിപ്തുകാർ കൊന്നുകൊണ്ടിരുന്നു. അതിനെ ഞങ്ങൾ അതിജീവിച്ച്. ഗ്രീക്കുകാർ ഞങ്ങളെ വളഞ്ഞു, അതിനെ ഞങ്ങൾ അതിജീവിച്ചു. റോമക്കാർ ഞങ്ങളെ വന്ന് ഹോളോകോസ്റ്റിലേക്ക് ഞങ്ങളകപ്പെട്ടു, അതിന് ഞങ്ങൾ അതിജീവിച്ചു. ഇതെല്ലാം നോക്കുമ്പോൾ ബൈബിള് വിജയം നൽകുന്ന കർത്താവിനെ പ്രഘോഷിക്കണം. എല്ലാത്തിനും അതിജീവിച്ച് അവരുടെ കൂടെ ചരിത്രത്തിലൂടെ സഞ്ചരിക്കുന്ന ദൈവത്തെ എന്നെ പ്രഘോഷിക്കുന്ന വചനം. അപ്പം അതിൽ നിന്നാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലുണ്ട്. സുഭാഷിതങ്ങൾ 21:31. സുഭാഷിതം 21:31. യുദ്ധത്തിനു വേണ്ടി കുതിരയെ സജ്ജമാക്കുന്നു, എന്നാൽ വിജയം നൽകുന്നത് കർത്താവാണ്. അപ്പോൾ നമുക്ക് പഠിക്കാം. പക്ഷെ അതേസമയം തന്നെ വിജയം പഠിച്ചാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസങ്ങൾ അശ്വതി എന്നും പറഞ്ഞൊരു മോള് ഫയർഫോഴ്സിൻ്റെ പരീക്ഷയ്ക്ക് ടെസ്റ്റ് എഴുതാനുണ്ട്. ഭയങ്കര സാക്ഷ്യമാണത്. കേൾക്കണം നിങ്ങൾ കേട്ടോ. അവൾ പറയണത് വെച്ചാൽ 50 അടി ആഴമുള്ള ജലാശയം, 50 മീറ്റർ ഞാൻ നീന്തണം.
എനിക്ക് പേടിയാണ്, ഞാൻ മുങ്ങിപ്പോകുമോ, ഞാൻ നീന്തൽ പഠിച്ചതേ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ മെൻറ്ററിനെ വിളിച്ച് ചോദിച്ചു, എങ്ങനെയാണിത്, എനിക്ക് വല്ലതും സംഭവിച്ചാൽ ഞാൻ താന്നു പോകുമോ? അപ്പം മെൻറ്റർ പറഞ്ഞത് എന്താണെന്നറിയാവോ, എടി നിൻ്റെ കൂടെയുള്ളൊരു സമുദ്രമാണ്, പരിശുദ്ധ അമ്മേനെയാണ് ഉദ്ദേശിക്കണത് അവർ, ഈ ഇറവെള്ളം കണ്ട് എന്തിനാ പേടിക്കണമെന്ന് ചോദിച്ചു. അത് ഭയങ്കര മോട്ടിവേഷനായിപ്പോയി. അപ്പോൾ അതാ വിജയം നൽകണത്. അവളെ വിജയിച്ചു, 1ാം റാങ്കിൽ വിജയിച്ചു ഫയർഫോഴ്സിൻ്റെ പരീക്ഷയ്ക്ക്. അപ്പോൾ ആ വിജയം നൽകണത് കർത്താവാണ്. അപ്പോൾ ആ ഒരു പരീക്ഷക്കാർക്ക് ആ ഒരു ബോധം എപ്പോഴും ഉണ്ടാകണം. പരീക്ഷക്കാരൊന്നുമല്ല, നിങ്ങൾ പരാജയപ്പെട്ടു എന്ന് ഏതെങ്കിലും വിഷയം, സാമ്പത്തികമാകാം, സാംസ്കാരികമാകാം, കുടുംബപരമാകാം, ക്രയവിക്രയമാകാം, വിനിമയമാകാം, കൂട്ടുകച്ചവടമാകാം, നമ്മൾ പറ്റിക്കപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ, ആ പരാജയപ്പെടുത്തി അല്ലെങ്കിൽ പരാജയപ്പെട്ടു എന്ന് തോന്നിയാൽ നിങ്ങളിത് പറയണം. എന്താണ്? സുഭാഷിതങ്ങൾ 21:31 പറയണം. എന്താണ്? വിജയം നൽകുന്നത് കർത്താവാണ്. അതായത് അത് പ്രഖ്യാപനമാണ്. വിശ്വാസത്തിലെ ആവിഷ്കാരങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്താണ്? പ്രഖ്യാപനം. അപ്പം അതുകൊണ്ട് ഇപ്പം ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ പ്രഖ്യാപനം എന്താണെന്നറിയാവുക? 17:17 പല പ്രഖ്യാപനങ്ങളുണ്ട്, പക്ഷേ ചില സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് ക്രിസ്തു പ്രഖ്യാപിക്കുന്നുണ്ട്. പത്രോസ് തള്ളിപ്പറയാൻ പോകുന്നു, യൂദാസ് ഒറ്റിക്കൊടുക്കാൻ പോകുന്നു. അതിന് ഒരു അരമണിക്കൂർ 10 മിനിറ്റ് മുമ്പ് ഈശോ പറയേണ്ട ഒരു വർത്തമാനമുണ്ട്. ആ പത്രോസ് തള്ളിപ്പറയുന്നതിന് 10 മിനിറ്റ് മുമ്പ്, യൂദാസ് ഒറ്റിക്കൊടുക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ്, തൻ്റെ നില തെറ്റിയിരിക്കുന്ന സമയത്ത്, തൻ്റെ എല്ലാ പിടുത്തവും നഷ്ടപ്പെട്ട സമയത്ത് കർത്താവ് പറയേണ്ട വാക്കുണ്ട്. അത് യോഹന്നാൻ 17:17 രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ്? അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ വചനമാണ് സത്യം. അതായത് ശിഷ്യന്മാര് വചനം അറിയാവുന്നത് കൊണ്ടാണ് അവർക്ക് തെറ്റ് സംഭവിക്കണമെന്ന് പറയുന്നുണ്ട് ഈശോ. മത്തായി 22:29. മത്തായി 22:29. യേശു മറുപടി പറഞ്ഞു, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ മനസ്സിലാക്കാത്തതിനാൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. അപ്പോൾ തെറ്റുപറ്റാനുള്ള സാധ്യത വചനം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് കർത്താവ് അവരോട് ക്ഷമിക്കണമെന്ന് പറയണത്. അവരോട് കരക്കുരിശിക്കണമെന്ന് പറയത്തില്ല, അവർ ചെയ്യുന്നത് എന്താണെന്ന് അവർക്ക് അറിയത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിതിൻ്റെ വചനം മനസ്സിലാക്കിയിട്ടില്ല. അവർ ചെയ്യുന്നത് എന്താണെന്ന് നമുക്കറിയാവേ, അവർ ആളെ കൊല്ലുകയാണ്. പക്ഷേ അത് എൻ്റെ റൂട്ട് കോസ് എന്താണ്? രക്ഷാകര പദ്ധതിയെക്കുറിച്ച് ഹീസ് നോട്ട് നോൺ ടു ദം. അതാണ് വിഷയം, അവർക്കറിയത്തില്ല. ലൂക്കാ 23:34. യേശു പറഞ്ഞു, പിതാവേ അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല. ഇതിനോടാണ് നമ്മൾ മത്തായി 22:29 കൂട്ടിവെക്കേണ്ടത്. എന്താ കാര്യം? അങ്ങയുടെ വചനം അറിയാത്തത് കൊണ്ട്, വചനത്തിലൂടെ ഉൾത്തിരിഞ്ഞു വരുന്ന രക്ഷാകര പദ്ധതിയെക്കുറിച്ച് നോൺ ടു ഡം, അവർക്ക് അതിനെക്കുറിച്ച് അറിവില്ലാത്ത കൊണ്ടാണ് അവർക്ക് തെറ്റ് സംഭവിക്കുന്നത്. ആർക്കാണ്? പിലാത്തോസിനും കയ്യഫാസിനും അന്നാസിനും. അതേ വർഗത്തിൽ തന്നെയാണ് പത്രോസ്, കർത്താവിനെ തള്ളിപ്പറയാൻ പോകുന്ന പത്രോസ്, കർത്താവിനെ ഒറ്റിക്കൊടുക്കാൻ പോകുന്ന യൂദാസ്. അവരും അവരുടെ കൂടെയുള്ള യോഹന്നാൻ മുതൽ പേരുകളും എന്താണ്? അവരെക്കുറിച്ച് ഈശോ പറയുന്നത് എന്താണ്? അവർ സത്യത്താൽ വിശുദ്ധീകരിക്കാൻ. എന്തെന്നാ പറയണത്? യോഹന്നാൻ 17:17 എന്ന് പറയണത് അങ്ങയുടെ വചനമാണല്ലോ സത്യമെന്ന്. ആ വചനത്തിലും വാഗ്ദാനങ്ങളിലും എല്ലാം വിശ്വസിച്ചുകൊണ്ട് ഈശോ തൻ്റെ നിലപാട് വ്യക്തമാക്കും. തൻ്റെ നില വിട്ടുപോയ അവസ്ഥകളിൽ, കൈ വിട്ടുപോകുന്ന അവസ്ഥകളിൽ കർത്താവ് വചനം അനുസരിച്ച് വചനത്തിന് സാക്ഷ്യം കൊടുക്കും. വചന ചില സമയത്ത് നമ്മുടെ വാക്കുകൾക്കൊക്കെ ഭയങ്കര പവറാണ്. അതായത് ഒരു വിശ്വാസം, ദൈവത്തിന് അതിൻ്റെ അകത്ത് കക്ഷി ചേർത്തിട്ടുള്ള, ദൈവത്തിന് അറ്റാച്ച് ചെയ്തിട്ടുള്ള ദൈവികമായ വചനത്തെ ശക്തിയെയും പുരയിടങ്ങൾ അറ്റാച്ച് ചെയ്യത്തില്ലേ, അതുപോലെ നമ്മൾ ദൈവത്തിൻ്റെ ശക്തിയെ അറ്റാച്ച് ചെയ്തുകൊണ്ട്
വിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തിയെ നമ്മുടെ വിഷയങ്ങളിലേക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും. അത് നമ്മൾക്കോട് പറഞ്ഞു തരുന്നത് സിറോഫിനിഷ്യ സ്ത്രീ എന്നോ അല്ലെങ്കിൽ മത്തായി കാനംകാരിയോ എന്ന് പറയുന്ന ഒരു സ്ത്രീയില്ലേ, അവളെന്താ പറയണത്, യജമാനനെ അത് ശരിയാണ്, ഞാൻ പട്ടിയാണ്. എന്താണ് അത്? എന്നിട്ടെന്താണ് പറയണത്? പക്ഷേ നായ്ക്കൾ പോലും യജമാനൻ്റെ മേശമേൽ നിന്ന് വീഴുന്ന ഭക്ഷണങ്ങൾ കഴിക്കാറുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഉമ്മൺ ഈശോ പറയും, സ്ത്രീയെ നിൻ്റെ ഈ വാക്ക് കൊണ്ട് തന്നെ നീ രക്ഷപ്പെട്ടിരിക്കണം. ആ വാക്കിന്, അവളുടെ വാക്കിന് രക്ഷയുടെ ശക്തി കിട്ടും. അത് ദൈവത്തിൻ്റെ ശക്തിയെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ വിശ്വാസ പ്രഖ്യാപനത്തിലൂടെ നമ്മുടെ വിഷയത്തിലേക്ക്, നമ്മുടെ അവസ്ഥകളിലേക്ക് ദൈവത്തിൻ്റെ ശക്തിയെ നമ്മൾ ഹോൾഡ് ചെയ്യുകയോ പ്രൊക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാക്ക് തന്നെ ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് അനുഭവിക്കുന്നതിന് കാരണമായി മാറും. അപ്പം വിജയം ഒരിക്കലും തോറ്റു കൊടുക്കരുത് ജീവിതത്തോട്. ദൈവത്തെ ദൈവത്തിനെ കരം ഗ്രഹിച്ചുകൊണ്ട് വിജയത്തിലോട്ട് വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് വചനാധിഷ്ഠിതമായി ജീവിച്ചുകൊണ്ട് സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് മുന്നേറാൻ വേണ്ടി ദൈവം നൽകിയ അവസരങ്ങളാണ് തോൽവിയെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ വന്നിരിക്കുന്നത് വിജയിക്കാൻ വേണ്ടിയാണ്. കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ധൈര്യമായിരിക്കും, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. യോഹന്നാൻ 16:33 വായിച്ചേ. നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതാണ്. അതായത് ഇപ്പോൾ ഒരു വിഷമസന്ധികളിൽ കർത്താവിലാണ് നമ്മൾ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഇത് പറയുന്നത്. എന്താണ്? ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, നിങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ടാവും, എങ്കിലും ധൈര്യമായിരിക്കണം, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു, ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പം ലോകത്തെ ജയിച്ചിരിക്കുന്നതിൻ്റെ വാക്കിൽ വിശ്വസിച്ചുകൊണ്ട് സുവിശേഷത്തിന് സാക്ഷിയായിക്കൊണ്ട് ജീവിതത്തിൽ വിജയിക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.